ബിഗ് ബോസ് മലയാളം സീസൺ 6 50 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 16 പേരാണ് ഹൗസിലുള്ളത്. ഒരു പക്ഷേ ആദ്യമായാകും ഷോ പകുതി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹൗസ് നിറച്ച് മത്സരാർത്ഥികൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസൺ എങ്ങോട്ടാണ് പോകുന്നതെന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. 16 പേരിൽ മിക്കവരും സേഫ് ഗെയിമേഴ്സ് ആയതിനാൽ തന്നെ നന്നായി ഗെയിം കളിക്കുന്നവരെ ഹൗസിൽ നിർത്തി സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കാനുള്ള ആവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ 8ാം ആഴ്ച അവസാനിക്കുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ആദ്യത്തെ പ്രൊമോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹൗസിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എവിക്ഷൻ നടക്കുന്നുവെന്നാണ് പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത്. പൊതുവെ ഇത്തരം ഓപ്പൺ പ്രൊമോകൾ എവിക്ഷൻ്റെ കാര്യത്തിൽ സീസൺ 6 ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആകാംക്ഷ നിറഞ്ഞ ഓപ്പൺ പ്രൊമോ വന്നതോടെ പ്രേക്ഷകർ ഹൗസിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗെയിം ചേഞ്ചിങ് കമന്റുകൾ ഉണ്ടാകുമോ എന്ന അറിയാനുള്ള ത്രില്ലിലാണ്. ഇത്തവണ നോമിനേഷനിൽ 9 പേരാണ് ഇടം പിടിച്ചത്. കഴിഞ്ഞ വാരം ക്യാപ്റ്റൻ സ്ഥാനം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ശ്രീധുവിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തില്ല. വിവിധ കാരണങ്ങളാൽ നോമിനേഷനിൽ ഇടം പിടിച്ചവർ അഭിഷേക്, ശ്രീകുമാർ, നോറ, ഋഷി, സിജോ, അർജുൻ, ഗബ്രി, ജാസ്മിൻ എന്നിവരുടെ ഫലമാണ് മോഹൻലാൽ ആദ്യം പറയാൻ തിരഞ്ഞെടുത്തത്. പ്രൊമോയിലും അത് വ്യക്തമാണ്. അവശേഷിക്കുന്ന ജിൻഡോ അടക്കമുള്ളവരുടെ ഫലം ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ പറയൂ. ശേഷം ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ജാസ്മിനും ഗബ്രിയും അൻസിബയും ഋഷിയും ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അവിടെ വെച്ച് ഋഷിയും അൻസിബയും സേഫ് ആണെന്ന് മനസ്സിലായി. അവശേഷിച്ചത് ഗബ്രിയും ജാസ്മിനും മാത്രമായിരുന്നു. ഇരുവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തിയപ്പോൾ നിങ്ങളിൽ ഒരാൾ ഇന്ന് ഈ വീടിനോട് എന്നേക്കുമായി വിട പറയുമെന്ന് ബിഗ് ബോസ് പറയുന്നതും ഗബ്രിയുടെ കൈ പിടിച്ച് ജാസ്മിൻ കരയാൻ തയ്യാറായി നിൽക്കുന്നതും പ്രൊമോയിൽ കാണാം. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ. ശേഷം ഗബ്രി ആക്ടിവിറ്റി ഏരിയയിൽ സ്ഥാപിച്ചിരുന്ന ബോർഡിൻ്റെ കർട്ടൻ മാറ്റുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രൊമോ അതിവേഗത്തിൽ വൈറലായി. ഗബ്രിയാണ് പുറത്തായത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ജബ്രികൾ പിരിയുന്നു, ഗബ്രി പുറത്തേക്ക്, ഇനി ഗെയിം മൊത്തത്തിൽ മാറും, ഗബ്രി ഔട്ടാകണം. എത്ര നല്ല ഗെയിമറായാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് അയക്കരുത്, പുറത്താക്കണം. ഗബ്രി നല്ല ഗെയിമറാണ്, പക്ഷേ എവിടേക്കോ തകർന്നു പോയി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. ബിഗ് ബോസിൻ്റെ പ്രാങ്കാകുമോ ഈ എവിക്ഷൻ എന്ന് സംശയിക്കുന്നവരും നിരവധിയാണ്.